അങ്ങനെ ഈ കലികൽമഷത്തിൽപ്പെട്ട് ജനങ്ങൾ ഉഴലുന്ന സമയത്ത് ഈ ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് നമ്മുടെ അനേകം ഋഷീശ്വരന്മാർ, ഭാരത യോഗീശ്വരന്മാർ, ശൗനകൻ തുടങ്ങിയിട്ടുള്ള യോഗീശ്വരന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടി ബ്രഹ്മദേവനെ സമീപിച്ചു. ബ്രഹ്മദേവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രഹ്മദേവൻ പറഞ്ഞു, ശരി, ഞാനൊരു കാര്യം ചെയ്യാം. ഇതാ, നിങ്ങൾക്ക് കലിബാധ ഇല്ലാത്ത സ്ഥലം പറഞ്ഞു തരാം, അവിടെ ഇരുന്ന് ഭജിച്ചോളൂ. കലിബാധ ഉള്ള സ്ഥലത്തൊന്നും ഭജിക്കാൻ പറ്റില്ല. എന്തൊക്കെയാ കേൾക്കുക എന്നറിയില്ല. നമ്മൾ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. സഹസ്രനാമം നമുക്കിവിടെ രാവിലെ സുഖമായിട്ട് ജപിക്കാൻ പറ്റും. ഇതേ സമയത്ത് കുടുംബത്തുനിന്ന് പോലും ഇതുപോലെ പറ്റില്ല. ചില ആളുകൾ പറയുന്നുണ്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം മനസ്സിലായി, അവർ ഒറ്റയ്ക്കേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ ആരും ഇല്ല, എല്ലാവരും ബാംഗ്ലൂരിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായി, അതുകൊണ്ട് പറ്റുന്നതാണ്. അല്ലെങ്കിൽ കുടുംബവും ബന്ധങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ പറ്റില്ല, അല്ലേ? അപ്പോഴേക്കും അടുത്ത ഒരാൾ വരും, ഫോൺ അങ്ങനെ വിളിക്കാൻ തുടങ്ങും. നമുക്ക് തോന്നാറില്ലേ, എന്താ ഈ ഇത്രയൊക്കെ കാര്യം പറയാൻ 5:50 വിളിക്കാൻ തുടങ്ങും. കാരണം സഹസ്രനാമത്തിന് ഇരിക്കാൻ തുടങ്ങുമ്പോഴേ ഇവർക്ക് ഇത്രയൊക്കെ കാര്യമുണ്ടോ എന്നുള്ളത് തോന്നുന്നേ, ആവശ്യമൊന്നുണ്ടാവും. എന്തേ, അല്ല നീ ഇപ്പോൾ എവിടെയുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. ഉറങ്ങുന്നവരും വിളിക്കുക, അല്ലേ? ഇതൊക്കെ മായാബന്ധങ്ങളാണ്. നമുക്ക് ഇതിൽ നിന്നും നമ്മൾ അതിജീവിക്കാൻ സാധിക്കുമ്പോഴാണ് മനസ്സീശ്വരനിലേക്ക് എത്തുക. അതുകൊണ്ട് കലിബാധ ഉള്ളിടത്തോളം കാലം ഈശ്വര ഭജനം പൂർണ്ണമായിട്ടും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. 20 മിനിറ്റ് കൊണ്ട് തീരേണ്ട സഹസ്രനാമം 1.5 മണിക്കൂർ കഴിഞ്ഞാലും ആവർത്തനോ നിവർത്താത്മാ, അല്ലേ? ഓരോ വിഷയങ്ങളിൽ പെട്ടാൽ അത് തീരില്ല. അപ്പം എന്താ വഴി? കലിബാധ ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ഭജിക്കുക. അപ്പം നമുക്കിവിടെ വിഷ്ണു സന്നിധിയാണ്. ഇത് യാഗശാല എന്ന് പറഞ്ഞ കാട്ടിലായാലും റോഡിൻ്റെ സൈഡിലായാലും അതൊരു വൈഷ്ണവ സന്നിധിയായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ അന്തരീക്ഷത്തിൻ്റെ യോഗ്യത കൊണ്ട്, ഒരു ക്ഷേത്രമുറ്റത്താണ് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ആ ഒരു അന്തരീക്ഷത്തിൻ്റെ യോഗ്യത കൊണ്ട് നമുക്കിത് മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് പറഞ്ഞു, കലിബാധ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നിങ്ങൾ ഭജിക്കുക. കലിബാധ ഇല്ലാത്ത സ്ഥലം എവിടെയാണ്? അന്വേഷിക്കണ്ടേ? കണ്ടുപിടിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും പോയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല, ഉണ്ടെങ്കിലായി. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു സാധനം പിടിച്ചു പോകുന്നു, വെള്ളമുണ്ടോ നോക്കാൻ, കിണറ്റിന് കുറ്റിയിടാൻ മതി, ഇല്ലേ? കണ്ടിട്ടില്ലേ? അത് അവരുടെ കഴിവുകൊണ്ട് അവർ കണ്ടുപിടിക്കുന്നത് പോലെ കലിബാധ ഇല്ലാത്ത സ്ഥലം കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് ഒരു സൂത്രം പ്രയോഗിച്ചു. ഒരു ചക്രം കൊടുത്തു എന്നാണ്, നേമി എന്ന് പറയും. ചക്രം എന്നിട്ട് എടുത്തോളൂ എന്ന് പറയും. എന്നിട്ട് ഈ ചക്രം ഉരുട്ടിയിട്ട് പോയിക്കോളൂ, നിങ്ങളിങ്ങോട്ട് പോയിക്കോളൂ. ഇവരെവിടുന്നാ വന്നതെന്ന് നമുക്കറിയാം. പരമപവിത്രമായ ഹിമവാന്റെ പാർശ്വത്തിൽ നിന്നാണ് ഋഷീശ്വരന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ പോയിക്കോളൂ. കലിബാധ ഉള്ളിടത്തൊക്കെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഉരുണ്ടുരുണ്ട് പോകും. കലിബാധ എവിടെ ഇല്ലാതാകുന്നുവോ അവിടെ അതിൻ്റെ കറക്കം നിൽക്കും. അവിടെ വെച്ചിട്ട് ഇത് പിന്നെ ഉണ്ടാവില്ല, ഈ ചക്രം ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ ചെന്ന് ഭജിച്ചോളൂ. അതാണ് കലിബാധ ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചക്രവും ഉരുട്ടിക്കൊണ്ട് നമ്മുടെ ശൗനകാദികൾ അങ്ങനെ സഞ്ചരിച്ചോ. എല്ലായിടത്തും ഇത് ഉരുണ്ടു പോകുന്നുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി? കലിബാധ ഉണ്ട്. അങ്ങനെ ദക്ഷിണ പാർശ്വത്തിലൂടെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഹിമാലയത്തിൽ നിന്നൊക്കെ കുറേ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു കാട്ടിലെത്തിയപ്പോൾ ആ അന്തരീക്ഷത്തിലെത്തുമ്പോഴേക്ക് ഇതിൻ്റെ വേഗത കൂടി, കറക്കം കൂടി. അങ്ങനെ പിന്നെ കറങ്ങി അതിങ്ങനെയല്ലേ കറങ്ങിയത്, പിന്നെ അത് കറങ്ങി എന്തായി? അവിടെ പൊട്ടിത്തകർന്നു. ആ കറങ്ങിയ സ്ഥലത്താണ് വലിയ ചക്ര തീർത്ഥമായിട്ട് അവിടെ മാറി. അതാണ് നേമിശീര്യതൈരി നൈമിഷം, നൈമിഷാരണ്യം എന്ന് പറയും. നൈമിഷം അതായത് ചക്രം പൊട്ടിപ്പോകുന്ന സ്ഥലം, നൈമിഷാരണ്യം. അവിടെ വെച്ച് ഒരു സത്രം ആരംഭിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട്? തീരുമാനത്തിന് കാരണം എന്താ? ഇവിടെ കലിബാധ ഇല്ലാത്ത സ്ഥലമാണ്, ഇവിടുന്ന് നമുക്ക് ഭജിക്കാമെന്ന് തീരുമാനിച്ചു. ആ തീർത്ഥക്കരയിൽ വിഷ്ണു സങ്കേതത്തിലിരുന്നിട്ട് അവിടെ ഭജനം ആരംഭിച്ചു. രാവിലെ നേരത്തെ കാലത്ത് എഴുന്നേറ്റ് 2:30 എഴുന്നേറ്റ് കുളിച്ച് ഗായത്രി മന്ത്രങ്ങളൊക്കെ 1008 ജപിച്ചുകൊണ്ട് ഉപാസനകളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇനി നമുക്ക് വേറെ വല്ലതും ചെയ്യാനുണ്ടോ ഈ കലിയുഗത്തിൽ എന്നുള്ള ചിന്തയെ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുരാണ ആചാര്യനായ സൂതൻ അവിടെ എത്തിച്ചേരുന്നു.
സൂതനാരാണ്? പുരാണം ആചാര്യനാണ്. സൂതൻ എന്ന് പറഞ്ഞ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേരല്ല, സ്ഥാനപ്പേരാണ്. പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന അന്നത്തെ പുരാണ ആചാര്യന്റെ പേരാണ് സൂതൻ. അദ്ദേഹം